ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരാണ്. ഞാനിവിടെ ഭൂതത്താൻ കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. എനിക്ക് പണ്ടെങ്ങാണ്ട് പോയിട്ടുണ്ട്, പിന്നൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഞാൻ നിൽക്കുന്ന പാലം എന്ന് പറഞ്ഞാൽ മിത്രക്കടവ് പാലം എന്നാണ്. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു നൻപനെ ഓർമ്മ വന്നു. കാരണം എറണാകുളത്ത് വെച്ച് നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു. ആൾക്കൊപ്പം പാലത്തെ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പം ഞാനിങ്ങനെ ഒരു 100 ദിവസം പുള്ളിയെ കൊണ്ട് ബൈക്കിൽ പോയിട്ട് നമ്മുടെ അരൂർ പാലത്തെ രാത്രി 1 മണിക്ക് ഞാൻ കൊണ്ട് നിർത്തിയിട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു അനുഭവമാണ്. കാരണം ന്യൂ ഇയർ സമയമായിരുന്നു അന്ന് ആളും ഞാനുമായിട്ട് കൊച്ചി മൊത്തം ഒന്ന് കറങ്ങി. അതിനുശേഷം ഞാൻ അവനെ കൊണ്ട് അരൂർ പാലത്തിൽ പോയി എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ അരൂർ പാലം മൊത്തം നടന്ന് അങ്ങനൊരിതുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ചില പാലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ആ ഒരു ഇത് ഓർക്കും. അപ്പം അങ്ങനെ നിന്ന് പോയതാണ്. ഇവിടെ നമ്മൾ ഭൂതത്താൻകുഴി എത്തിയിരിക്കുകയാണ്. ഏകദേശം ഭൂതത്താൻകുഴി ഒരു ലവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നത്, പിന്നെ ഇപ്പോഴാണ് ഒന്നിങ്ങോട്ട് ഇറങ്ങുന്നത്. ഈ വഴിയാണ് അങ്ങോട്ട് നടന്നു പോകുന്നത്. 2 സൈഡിലും നല്ല കുഴിയാണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലാണ് ലവ് ഷേപ്പിൽ ഏകദേശം കാണുന്നത്. നല്ല രസമാണ് കാണാൻ. ഇങ്ങ് ദൂരെ താഴെ നമുക്ക് പോകാൻ പറ്റും. അതിന് വേറെ വഴിയാന്ന് തോന്നുന്നു, അത് ഞാൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങ് താഴെ 2 പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്, അവിടെയൊക്കെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. ഫുട്ബോളൊക്കെ കളിക്കാൻ ദൂരെ പിള്ളേർ കണ്ട്. കുറച്ച് റിസ്ക്കാണ് ഇവിടെ വരുന്നത്. താഴെ എങ്ങാനും പോയി. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല സ്ഥലമാണ്. അത്യാവശ്യം സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല ഹൈറ്റിലായതുകൊണ്ട് നല്ല വ്യൂ ആണ്. താഴോട്ട് നോക്കിയാൽ നല്ല പാടമൊക്കെ കാണാം. നല്ല അടിപൊളിയാണ്, എങ്കിലും കുറച്ച് റിസ്ക്കാണ്. ഇതൊക്കെയാണ് ഭൂതത്താൻകുഴിയിലെ കാഴ്ചകൾ എന്ന് പറയാനായിട്ട്. ഈ കാണുന്ന വഴിയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നത്. ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അങ്ങ് താഴെയുള്ള വഴി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ അതുവഴി അങ്ങനെ കടത്തി വിടുന്നില്ലെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൂടെ ചുറ്റി പോകേണ്ട വരും. നമുക്ക് നോക്കാം, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ശരിക്കും ഭൂതത്താൻകുഴി ഓതറയിലാണ്. ഓതറ ആണ് സ്ഥലം. റിസ്ക്കാണ്. ഞാൻ അതിൻ്റെ ഒരു വ്യൂ എടുത്തതാണ് മേളിൽ നിന്ന്. മുൻപ് ഞാൻ നേരത്തെ വന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തോ പേടി തോന്നിയില്ല. ഇങ്ങനെ വന്നു. കുറച്ച് പിള്ളേരെ എൻ്റെ പുറകെ നിൽപ്പുണ്ട്. അവർക്ക് പേടിയാണ്ട് ഇങ്ങോട്ട് വന്നില്ല, അവിടെ തന്നെ നിൽക്കുമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ പിന്നെ അങ്ങനെ ഭൂതത്താൻകുഴിയുടെ മണ്ടയ്ക്ക് കുറച്ച് നേരം നിന്ന് കാല് കഴിച്ചപ്പോൾ ഇരുന്ന് 2 ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് വെറൈറ്റി 2-3 ഷോട്ട്സൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. വന്ന് നടക്കുമ്പോഴാണ് കുറിച്ച് പേടിക്കുക. ഇരുന്നാൽ വലിയ കുഴപ്പമില്ല. പിന്നെ താഴോട്ട് പോയാൽ പോയി. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇതുവരെ ഒരു വഴിയുണ്ട് താഴേക്ക് പോകാൻ, പക്ഷേ ഇപ്പോൾ അത് ബ്ലോക്കാണ്. അത് പോകാനൊരു വഴിയില്ല. നമുക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. ഇതിപ്പം സ്ഥലം കൊള്ളാം, നല്ല വ്യൂ ആണ്. ഇല്ല, ഇവിടെ വഴിയുണ്ടോ? ഒരു വഴി കിടപ്പുണ്ട്. കാട്ടിക്കൂടുള്ള വഴിയാണ്, പോണോ നോക്കാം. ഈ വഴി കയറി വഴിയില്ല, വഴി ബ്ലോക്കഡാണ്. കാട്, നല്ല വനമാണ്.
ഓക്കെ, നമുക്ക് നോക്കാം താഴെ പോകാൻ വേറെ വഴിയുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോയേക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ഭൂതത്താൻകുഴിപ്പാറയുടെ താഴ്വശത്തെത്തിയിരിക്കുക. സ്ഥലം കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മുടെ താഴെ എത്തിയിരിക്കുകയാണ്. ഇത് കിടക്കുന്ന പുല്ല് കണ്ട ചവിട്ടി നിൽക്കാമെന്ന് തോന്നും, പക്ഷെ ചവിട്ടിയാൽ താന്നു പോകും. പണ്ടിവിടെ പാറ പൊട്ടിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതൊരു കുഴി, വെള്ളം കെട്ടി കിടക്കുന്ന ഒരു കുഴിയായി. ഭൂതത്താൻകുഴിപ്പാറ എന്നാണ് പറയുന്നത്. മുമ്പേ നമ്മൾ ഇന്ന് അങ്ങ് മേലെയായിരുന്നു, ഇപ്പോൾ അവിടെ മേളിൽ ആരണ്ട് വന്നിട്ടുണ്ട്. ആ മേലെ നിന്നാണ് മുമ്പേ നമ്മൾ വീഡിയോ എടുത്തത്. ഇതുവഴിയാണ് നമ്മൾ മുമ്പ് ഇറങ്ങാൻ നോക്കി, പകുതിയായപ്പോൾ വഴി നിന്ന് പോയി. നമ്മൾ അപ്പുറത്തൂടെ ഇങ്ങനെ കറങ്ങിയാണ് വന്നത്. കുറേ ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നു, രാത്രിയായി. ഇനി അത് കയറി നിൽക്കുന്ന ഇവിടെ ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഇറങ്ങിയപ്പം. കുറച്ച് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി ലേറ്റായിപ്പോയി. നമ്മൾ മുമ്പ് ഫുട്ബോൾ കളിക്കുന്ന കണ്ട പാറ തൊണ്ട് അങ്ങാണ്, അതാണ് മേലെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത് കണ്ടേ. ഭൂതത്താൻകുഴിപ്പാറ ഞാൻ നേരത്തെ എപ്പോഴും ഇവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 2-3 വർഷം മുമ്പാണ്. അന്ന് ഞാനൊരു ഫ്രണ്ട് കൂടെ വന്നതാണ്. അന്ന് ഞങ്ങൾ താഴെയും വന്നു, താഴെ വന്നില്ല, മേലെ മാത്രമേ നിന്നുള്ളൂ. താഴോട്ട് വന്നില്ല. താഴോട്ടുള്ള വഴി ഇങ്ങനെ ഇറങ്ങി വരാനുള്ള വഴി മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇങ്ങനെ താഴെ കൂടെ വേറൊരു വഴിയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ചോദിച്ചു വന്നു. അതൊരു പിന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ വഴി ഇപ്പം ഇറങ്ങി വരാൻ പറ്റത്തില്ലെന്നാണ് ഒരു ആൾ കണ്ടപ്പം പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ അപ്പുറത്തൂടെ കറങ്ങിയാണ് വന്നത്. ഇവിടെ നിന്നൊക്കെ നല്ലൊരു സൺസെറ്റൊക്കെ കാണാൻ തോന്നുന്നു. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് മനസ്സിലാക്കുള്ളൂ. ഉച്ചക്കൊക്കെ വന്നാൽ ചൂട് കൊണ്ട് അയ്യോ. പിന്നെ അതിൻ്റെ മേളിൽ കയറാൻ, അതിൻ്റെ മേളിലോട്ടുള്ള വഴി മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു വഴിയാണ്. ഒട്ടും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് ടാർ ചെയ്താന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള വഴി പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ടോപ്പ് ചെയ്യണ ആ വഴിയല്ല, വേറെ വഴിയില്ല. ആ മോശം വഴി കൂടെ വന്നേ പറ്റൂ. ഈ വഴി ഇങ്ങനെ താഴോട്ടുണ്ട്. മേളിൽ നോക്കിയപ്പോൾ കണ്ടോ, ഈ വഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്. പക്ഷെ വണ്ടിയൊക്കെ ഇറങ്ങി. പണ്ട് എനിക്ക് തോന്നുന്നു പാറയൊക്കെ പൊട്ടിച്ചപ്പോൾ വണ്ടിയും ആളുകൾക്കൊക്കെ ഇറങ്ങാനുള്ള വഴിയായിരുന്നു. ഇനിയിപ്പോൾ ഇറങ്ങിയാൽ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പില്ല. അങ്ങനെയാണ് ഭൂതത്താൻകുഴിപ്പാറയാണ് കാണുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലം, കുഴപ്പമില്ല. താഴെ നോക്കി അത്ര ചെയ്തില്ല, മേളിൽ നോക്കുമ്പോൾ അതിൻ്റെ രസം. പക്ഷെ മേളിൽ നിൽക്കാൻ ഭയങ്കര റിസ്ക്കാണ്. കുഴപ്പമില്ല, നല്ല കുഴപ്പമുണ്ട്. മേലെ നോക്കിയപ്പോൾ കണ്ട വയലാണിത്, കണ്ടമാണിത്. എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, വെള്ളം അടിച്ച് കളയാൻ തോന്നുന്നു. അടുത്ത് വെള്ളം കയറ്റിയിടുവാണോ, എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അവിടെയും ആരണ്ടൊക്കെ നിൽപ്പുണ്ട്, മീൻപിടുത്തമാണെന്ന് തോന്നുന്നു. ദൂരെ ആരണ്ടൊക്കെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അതുവഴി എങ്ങാണ്ട് ഇറങ്ങി പോകാൻ തോന്നുന്നു. നമുക്ക് സമയമില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ശരി, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ശരി, ബൈ.